ഈശ്വരപ്പെട്ടല്ല ഇപ്പൊ എന്ത് ചെയ്യും? കൈ മുറിച്ച് ചോര കൊണ്ട് സിന്ദൂരം തൊട്ടല്ല. അല്ലെങ്കിൽ വേണ്ട, ശിവാനിയോട് പറഞ്ഞ ഇപ്പൊ ഒരു അഴുക്ക വെള്ളം എന്റെ ഒരു ഗതികേട്. കളറുമില്ല. ലച്ചു ലച്ചുവേ ലച്ചുവേ ഇവിടെ ഉണ്ട്. നീ എവിടെ എന്തെടുക്ക? ഇവിടെ എന്താ പരിപാടി? ഇവിടെ അതെ, അവിടെ ഒരു കിളിക്കൂടുണ്ട്, അത് നോക്കാൻ വന്നതാ. കിളിക്കൂട് നോക്കാനോ? പെട്ടെന്ന് നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയില്ലല്ലോ. ഈ ജനൽ വഴിയല്ലേ നിനക്ക് ചാടാൻ പറ്റുള്ളൂ. ഇതുവഴി എന്തിനാ പോയെന്നാ ചോദിച്ചത്. അതാ, അത് ഞാൻ അവിടെ സംസാരിച്ചോണ്ടേ ഈ കിളികളുടെ കരച്ചില് കേട്ടായിരുന്നു. അപ്പൊ എങ്ങാനും ഇതുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടി ധൃതിപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്നതാ. കിളികളുടെ കരച്ചില് കേട്ട ഉടനെ നീ ഓടി. ആ ശരി, വിശ്വസിച്ച്. എന്താ പറ്റിയമ്മ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് നീ എന്നെ കണ്ടപ്പോ ഓടിയ പോലെ തോന്നി. തോന്നല. അതുണ്ടോ കുഞ്ഞി കുരുവിക്കൂട്? കിളികളല്ലേ? ശരി, ആട്ടെ. ചേച്ചി പോയാ? തൂക്കിയില്ല. എന്തോന്നാണ് നെറ്റിയല്? കൺശരം. ഇവിടെ കുങ്കുമം കൊണ്ട് വെച്ചേക്കണ ചിലപ്പോ കാണും. ഹിഡൻ സ്പോട്ട്. കട്ടേ ഇത് തല ചേച്ചാ, വേറെ ഓപ്ഷൻ ഉണ്ടായില്ലല്ലോ. ബുദ്ധി തന്നെ ചേട്ടാ, ഇതിപ്പോ ലാഭമായല്ലോ. എനിക്ക് കുങ്കുമം വാങ്ങണ്ട, കണ്ണി കണ്ട കട്ടക്കട തല തേച്ചാ മതി. എന്തൊക്കെ കഷ്ടപ്പാടാണോ എന്തോ. ചേച്ചി ഇങ്ങനെ അമ്മയെ കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുന്നതിന് പകരം ചേച്ചി ഒരു പെർഫെക്റ്റ് ഫോട്ടോ എടുത്തിട്ട് മിററിലങ്ങ് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് രാവിലെ റെഡി ആകുമ്പോഴത്തേക്കും അത് നോക്കി ഇതുണ്ടോ 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 അങ്ങനെ റെഡി ആവുക. അപ്പൊ സെറ്റ് ആവും. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വരും. അല്ലാണ്ട് ചേച്ചിയെ കൊണ്ട് ഇത് മുഴുവൻ ഓർത്ത് വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണല്ല. കുങ്കുമക്കട്ട പിടി. ആവശ്യം പഴയ കാലം പോലെ വല്ല ആണോ അമ്മ ഇപ്പോഴത്തെ പിള്ളേര്? ആണായാലും പെണ്ണായാലും എല്ലാം കണക്ക് തന്നെ. ഇപ്പം മൊബൈല് മതിയല്ലോ അവർക്ക്. 24 മണിക്കൂറും മൊബൈല്. അതിനിപ്പോ നമ്മളെന്തേലും പറഞ്ഞാലും അവര് കേൾക്കത്തില്ല. ഫുൾ ടൈം വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ കാലത്ത് മൊബൈൽ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് പാറു சொன்னது ரொம்ப കറക്റ്റ്. ഞങ്ങളുടെ കാലത്ത് മൊബൈൽ ഇല്ലെങ്കിലുമേ ഞങ്ങളുടെ കാലത്ത് പിള്ളേർക്കൊക്കെ നല്ല അനുസരണയായിരുന്നു. അതെങ്ങനെയാ? ഇവിടുത്തെ മറ്റുള്ള പിള്ളേരെ കണ്ടല്ലയോ ഇതും പഠിക്കുന്നേ. ഞാൻ മറ്റുള്ളവരെ കണ്ടല്ല പഠിക്കുന്നേ. എന്റെ ജനറേഷനെ ആൽഫയ, നിങ്ങളൊക്കെ ഓൾഡ് ജനറേഷൻ. എന്ത് ജനറേഷൻ? ആൽഫ. ആൽഫ ആയാലും എന്തായാലും ഞങ്ങളുടെ ജനറേഷൻ ആയിരുന്നു ഏറ്റവും നല്ലത്. അത് തന്നെ. ആ വേണ്ട, വരുന്ന അടുത്താണ്. ഇവനെ പോലുള്ളവരാണ് ഈ പെൺപിള്ളാരെ മൊത്തം വഴി തെറ്റിക്കുന്നത്. കേറി വന്ന് വാക്കിന് എനിക്കിട്ടാ അമ്മൂമ്മ എന്തൊരു വർത്താനം അത്. ആഹാ, അപ്പൊ അമ്മൂമ്മ അങ്ങനെയാണ് പറയണെങ്കിൽ എനിക്കൊണ്ട് പറയാൻ. എന്താ പറഞ്ഞാട്ടെ? ഞങ്ങളെ പോലുള്ള പാവം പിടിച്ച നിഷ്കളങ്കരായ ആമ്പിള്ളേരെ ചീത്തയാക്കണത് ആ പെൺപിള്ളേരാണ്. ഏത് പെങ്ങച്ചോളം നിന്നെ ചീത്തയാക്കിയത്? ആരാണ് നിന്നെ ചീത്തയാക്കിയത് പറ. നീ എത്ര ആമ്പിള്ളേരെ കൺഫ്യൂഷൻ ആക്കിയേക്കണ്? ഞാൻ ആരെ കൺഫ്യൂഷൻ ആക്കിയെന്നാ? അമ്മൂമ്മ, ഞാൻ ആരെയാണ് കൺഫ്യൂഷൻ ആക്കിയത്? ഞാൻ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാരെ പോലും നേർവഴിക്ക് നടത്തുവാണ് ചെയ്യാറ്. അതിനൊരു ഉദാഹരണം സ്ഥിരം ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാറുണ്ടല്ലോ അല്ലേ? ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആരാ നിക്കുന്നേ? ഓ എന്റെ പൊന്നു സീതാമ്പോ, അങ്ങനെ ഒരുത്ത ഉണ്ട്. ഞാൻ പറയാം, കാണാൻ കിടക്കണല്ലേ ഉണ്ട്. என்ன சொன்னாலும் சரி, சிவா சொன்னதுதான் ரொம்ப கரெக்ட். അതെ അല്ല പിന്നെ അമ്മേ നന്ദേട്ടാ. എന്തോന്ന് കറക്റ്റ്? സീതേ, ഇവനൊരു പ്രണയരോഗിയാ.